അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണേക്കാണ് ഹാപ്പി ലാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ലുക്സോറിലെ ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഹമ്മദ്. ഹലോ. യെസ്, ഗുഡ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ലുക്സോറിലെ, പക്ഷേ ഇപ്പോഴും തെറ്റിപ്പോൾ ലുക്സോർ എന്നാണ് തോന്നുന്നത്. ലുക്സോർ പുള്ളിയുടെ തന്നെ ചോദിക്കാം. പുള്ളിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളൊക്കെ അറിയാം. ആക്ച്വലി വാട്ട് ഈസ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ലുക്സൂർ ഓർ ലക്സൂർ? Luxor, it is come when the Arab coming here, so they found a lot of columns and temples, so they call it like a Luxor. So Luxor, that's like castles, palaces. Oh, okay. So one castle by Arabic, that's mean one castle. So that's why that's a group of castles. Okay, that is a meaning. Yes, right. Okay, അതാണ് ലുക്സൂർ. യെസ്, പറഞ്ഞു പഠിക്കാം. ഈ എല്ലാ സ്ഥലത്തെയും പ്രൊനൗൺസിയേഷൻ നമുക്ക് തെറ്റിപ്പോ നമ്മുടെ ഭാഷയിലുള്ളല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ സ്ഥലത്തിൻ്റെ പേര് പല ഭാഷക്കാർ പറയുന്നത് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാലസ്തീനിൽ ഒരു ഫ്രണ്ടിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, പുള്ളി ആദ്യം എൻ്റെ അടുത്ത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ബലസ്തീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് സ്ഥലം. പിന്നെയാണ് പുള്ളി പാസ്പോർട്ട് കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പാലസ്തീൻ എന്നുള്ളത്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എപ്പോഴും പല സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലുക്സൂർ എന്ന് പറയുന്നത്, ഇത് പണ്ട് ഈ പുരാതന കാലത്ത് തീപ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഗ്രീക്കുകാർ വന്ന സമയത്താണ് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നത്. പിന്നീടാണ് അറബികൾ ഇവിടെ വരുന്നത്. കുറേ കാസിൽസും അതുപോലെ ടെമ്പിൾസും ഇതൊക്കെ കുറേ പണിയുന്നു. അതിനുശേഷം ഈ ഒരു സ്ഥലം ലുക്സൂർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് നമ്മുടെ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ ഈ ലുക്സൂറിൽ ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കണം. അതുപോലെ തന്നെ നമ്മൾ അസ്വാനിലും കെയറൊക്കെ കണ്ട പോലെ തന്നെ ഇതും നൈൽ നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ഒരു നഗരവും ഉള്ളത്. ഇപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നേ, അപ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തെടുക്കും. നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴും നമ്മുടെ നാഷണാലിറ്റി ഒക്കെ ചോദിക്കുവർ. That's Horus. The god of protection. This one. 2 Horus for the bridge, so it's protect the bridge. Oh, yeah. Horus. That name is Horus. Horus, yeah, Horus. the falcon. That's the old ancient god. He's son of Osiris or Osir, okay. And his mom Isis. Oh, okay. Yes. അപ്പോൾ ഹോറസ് എന്ന് പറയുന്ന 2 ഇത് പ്രതിമകൾ കണ്ടില്ലേ, അപ്പോൾ അവരാണ് ഈ പാലം സംരക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു സൈനാണ് വെച്ചേക്കുന്നത്. നമ്മൾ നൈൽ നദി ക്രോസ് ചെയ്യാണ്ടതേ, നൈൽ നദിയാണ് താഴെ കൂടി പോയത്. ഇതിൽ കൂടി നമ്മളൊരു ബോട്ടിംഗ് ഒക്കെ നടത്തിയതാണ്, എന്നാലും കാണുമ്പോൾ ഒരു രസം. അപ്പോൾ ഞാനിപ്പോൾ ഈജിപ്തിൽ വന്ന ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകാനായിട്ട് നമ്മുടെ ഇതേപോലത്തെ ചേട്ടനെയൊക്കെ കിട്ടും, ഗൈഡായിട്ട് കൂടെ വരും. അപ്പോൾ വണ്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും ആവശ്യമാണ്. കാരണം പല സ്ഥലവും കാണാനായിട്ട് നല്ല ദൂരമുണ്ട്. എന്തായാലും വണ്ടി ഇല്ലാണ്ട് പറ്റില്ല. വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, 40 ഡിഗ്രി ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും വരും, പുള്ളി ഇവിടുത്തെ ലോക്കലാണ്, എന്താണ് വണ്ടിയുണ്ട്, ഓരോ സ്ഥലം കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ മറ്റ് പല രാജ്യങ്ങളിൽ ചെയ്ത പോലെ നമ്മൾ ഇന്തോനേഷ്യയിലും അല്ലെങ്കിൽ തായ്ലൻഡിലൊക്കെ പോയ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ടാക്സി വിളിച്ചിട്ടൊക്കെയാണ് പോയത്. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, പക്ഷേ അത് കുറച്ച് പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ടാക്സി വിളിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ അത് കുറച്ച് തലവേദനയായിട്ടാണ് തോന്നിയത്. കറക്റ്റായിട്ടൊന്നും വരുന്നില്ല, വിചാരിക്കണ പോലെയൊന്നും സ്പീഡിൽ വരില്ല, കുറച്ച് സമയം എടുക്കും. അവർ നമ്മൾ ഫോം വിളിച്ച് ചോദിക്കും, അവർ സംസാരിക്കുന്ന അറബിയിലാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് കാറ് വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ബൈക്കും വാടകയ്ക്ക് കിട്ടും. അതിപ്പോൾ കൈറോയിലും അല്ലെങ്കിൽ ലുക്സോർ അസ്വാനിലൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റേ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് ഭയങ്കര പണിയത്. നമ്മൾ നോർമലി ബാക്ക് പാക്കിങ് സെറ്റപ്പ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യാത്തത്. ഇതാകുമ്പോൾ നമ്മുടെ ഒപ്പം ഒരാളുണ്ടാവും, വണ്ടി ഉണ്ടാവും, ഓരോ സ്ഥലങ്ങൾ കാണാം, ഡീറ്റെയിൽസും അറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനായിട്ട്. ഈ ലുക്സോറിൽ പല ഭാഗങ്ങളുണ്ട് കേട്ടോ, വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ബാങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്താണ് വന്നേക്കുന്നത്. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ലോക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. യെസ്, ഇത് കലാഫിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, അതേ ഉണ്ടാക്കുന്നത്. ഇത് ചീസ് വെച്ചിട്ട് എന്തോ പരിപാടിയൊക്കെ.
കട്ട്ലേറ്റ് പോലത്തെ സംഭവം അടിപൊളിയാണ്. ഷേപ്പ് കട്ട്ലേറ്റ് ആണെങ്കിലും രുചി നമ്മുടെ പരിപ്പോടെ പോലെ സൂപ്പർ നൈസ്. മുന്നിൽ വലിയൊരു പർവ്വതം കാണാം. അത് ക്യൂർമ ഇവർ പറയുന്ന പ്രൊണൗൺസിയേഷനിൽ മനസ്സിലാവില്ല. ക്യൂർമ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ആണ്. ഇതേ കഴുതപ്പുറത്ത് പിള്ളേർ കൂടെ ഉണ്ടാകും. ഇവിടെ മൊത്തം ഫാർമേഴ്സാണ്. നിങ്ങൾക്ക് കാണാം സൈഡിൽ റൈറ്റ് സൈഡിലും ഒക്കെ ഭാഗത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് കൃഷികളാണ്. അപ്പോൾ കൃഷിക്കാരുടെ സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇഷ്ടം പോലെ മറ്റേ കഴുതകൾ വലിക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് വഴിയിൽ കാണാം. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ 2 സ്റ്റാച്ചു കാണാം. ഇത് കണ്ട, ഇത് രണ്ടും ഒരേ ആളുടെ തന്നെയാണ് കേട്ടോ. ഒരു കിങ്ങിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അമ്മൻഹോട്ടപ്പ് 3ാമൻ രാജാവിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഒരിടത്ത് റീസ്റ്റോർ ചെയ്തേക്കാണെന്ന് തോന്നണ്ട. ഇദ്ദേഹം BC 1386 കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ തൂട്ടങ്കാമൻ എന്ന് പറയുന്ന ഫറവോ ഉണ്ടല്ലോ, 18ാം വയസ്സിൽ മരിച്ചുപോയി. നമ്മൾ മ്യൂസിയത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനാണ് ഈ രാജാവ്. നമുക്ക് ആ ദൂരെ കാണുന്ന ഭാഗം കണ്ട, അത് ആക്ച്വലി ഒരു വില്ലേജാണ്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അവരവിടെ നിന്ന് മാറ്റി. കാരണം അതിൻ്റെ അടിയിൽ ടോമ്പുണ്ട്. അതായത് പുരാതന ഈജിപ്ഷ്യൻ കാലത്തുള്ള ടോമ്പുകൾ അതിൻ്റെ അടിയിലുള്ളതുകൊണ്ട് അവിടുത്തെ ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചു. ഈ സ്ഥലം കണ്ടിട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലഡാക്ക് പോലത്തെ ഒരു സ്ഥലം കണ്ടോ, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട ടോമ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അതുപോലെ ചേട്ടൻ ഇതുണ്ട്, നേരത്തെ നമ്മൾ പോയ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സലായിട്ട് മേടിച്ചു, അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓൾറെഡി ഹോട്ടലിൽ നിന്ന് കഴിച്ചാണ്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ പാർക്കിംഗ് ഏരിയ കാണാം. ഈ ചെക്ക് പോസ്റ്റുകളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇവിടെ അല്ല എന്ന് പറയും. എടുക്കാണ്ടിരിക്കുന്നത് നല്ലത്, തലവേദനയാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദ വാലി ഓഫ് കിങ്സ്, അതായത് രാജാക്കന്മാരുടെ താഴ്വരയിലോട്ടാണ് വന്നേക്കണേട്ടാ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന്. അപ്പോൾ ഇതാണ് എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന വഴി. ഫുള്ള് സുവനീർ കടകളും തൊപ്പി, നമ്മൾ സാധാരണ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പോലെ എല്ലാ കച്ചവട സംഭവങ്ങളും ഇവിടെ കാണാം. സുവനീറുകളൊക്കെ മേടിക്കണമെങ്കിൽ ഇതിപ്പോൾ എവിടെ നിന്നാലും മേടിക്കാം, എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ സംഭവം. ഇതിലൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടും, എന്ത് ഡ്രിങ്കും കിട്ടും കേട്ടോ. മറ്റേ ഫാൻ്റെയും പെപ്സിയോ കൊക്കക്കോളയോ വെള്ളമോ എന്താണെങ്കിലും കിട്ടും. അതും തണുത്തായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് എനിക്ക് തോന്നി വെള്ളത്തിനായിരിക്കും, കാരണം നല്ല ചൂടാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലായപ്പോലും ഹോട്ടലിൽ വരെ നമുക്ക് കുപ്പിവെള്ളം കിട്ടും. വെള്ളം എപ്പോഴും അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. നന്നായിട്ട് വെള്ളം കുടിച്ചോട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം നല്ല വെയിലാണ്. എപ്പോഴും നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മൂത്രം വരെ ഭയങ്കര യെല്ലോ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. വിസിറ്റർ സെൻറ്റർ, യെസ്, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എപ്പോഴേ ആകെയുള്ള പ്രശ്നം എനിക്ക് തോന്നിയത് ക്യാഷ് എടുക്കില്ല കേട്ടോ, കാർഡ് വേണം. അതും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓണായിട്ടിരിക്കുന്ന കാർഡ്. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാം. ഈ വൈറ്റ് എന്ന് പറയുന്നത് മലയാണ്. മലയുടെ അടിയിൽ ചെയ്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം ടോംസാണ്. ഏകദേശം 65ഓളം ശവകുടീരങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് മലയാണ്, ഇതിൻ്റെ അടിയിലോട്ട് ഒരു ടോംബ് ഉണ്ടാക്കിയേക്കാണ് ഈ കാണുന്നത്. കണ്ട, അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന് ഈ പ്രദേശം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 400 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഒരാൾക്ക് വരുന്ന റേറ്റ്. പക്ഷേ നമ്മൾ കാർഡ് കൊടുക്കണം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്യാഷിൻ്റെ പരിപാടി ഇവിടെ എങ്ങും ഇല്ല കേട്ടോ, എല്ലായിടത്തും കാർഡ് കൊടുക്കണം. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് 50% ഓഫ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതേപോലെയുള്ള സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ സ്വന്തം ID കാർഡ് കയ്യിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് 50% ഓഫ് കിട്ടുന്നതായിരിക്കും എല്ലാ ടിക്കറ്റിനും കേട്ടോ. പല സ്ഥലത്തും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഇങ്ങനൊരു വണ്ടിയുണ്ട്, 10 പൗണ്ട് കൊടുക്കണം. അതിൻ്റെ ടിക്കറ്റ് ഇത് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാം. ആ മുകളിൽ കാണുന്ന മല കണ്ടോ, അത് ഏകദേശം ഒരു പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവരങ്ങനെ പിരമിഡ് ഉണ്ടാക്കിയത് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ വാലി ഓഫ് കിങ്സ് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 16ാം നൂറ്റാണ്ടിലെയും 11ാം നൂറ്റാണ്ടിലെയൊക്കെ ശവകുടീരങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് ഫറവോമാരുടെ ഉണ്ട്. അതുപോലെ വാലി ഓഫ് ക്യൂൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്തുണ്ട്, റാണിമാരുടെ ശവകുടീരങ്ങൾ കാണാം. അങ്ങനെ കുറേ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് KV2, അതായത് റാംസീസ് 4ാമൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. ഈ ടിക്കറ്റ് ഒരിക്കലും കളയരുത് കേട്ടോ. ഇത് 3-4 സ്ഥലത്ത് കയറാനായിട്ട് ഇത് തന്നെ കൊടുക്കണം നമ്മൾ. യെസ്, താങ്ക് യു. അപ്പോൾ റാംസീസ് 4 എന്ന ഫറവോൻ്റെ
ശവകുടീരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ഈ ചുമരുകളിൽ മൊത്തം ഇത് ആക്ച്വലി ചുമരല്ല, ഇതൊരു പാറയുടെ ഉള്ളിൽ വെട്ടി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ടോംബ്. ഒരാളുടെ ടോംബ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി സംഭവമാണ്, രക്ഷയില്ല. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ എനിക്ക് തോന്നുന്ന അവരുടെ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം. നമ്മൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പോയപ്പോൾ, അതായത് കെയറോയിൽ പോയപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒറിജിനൽ, നിങ്ങൾ എന്തുമാത്രം ഡിസൈനൊക്കെയാണ് ഇതിനകത്ത് ചെയ്തേക്കണമെന്ന് നോക്കി. ഒരു ശവകുടീരമാണ് ഇത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സംഭവമേ ഇല്ല. പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. എൻ്റെ മോനെ ഫുള്ള് കളർഫുള്ള്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കളർ ഇത്തിരി മങ്ങിയിട്ടുണ്ടായിരിക്കണം, കാരണം ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ. ഓ മൈ ഗോഡ്. ഈ കാണുന്നതാണ് അന്നത്തെ റാംസീസ് 4 ശവകുടീരം. ഇവിടെയായിരുന്നു അടക്കിയിരുന്നത്. അതിന് ചുറ്റും ഒരു കളറിങ്ങൊക്കെ ചെയ്ത് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊത്തുപണികളാണ് ചെയ്തേക്കണം. കൊത്തുപണി ചെയ്തിട്ട് അതിനകത്ത് പെയിൻറ്റിങ് ചെയ്തേക്കണം. എൻ്റെ മോന് ഈ കളറൊക്കെ ഉണ്ടാക്കിയേക്കണത് ആക്ച്വലി മിനറൽസ് വെച്ചിട്ടാണ്. ഒറിജിനൽ കളറാണ്. ഇത്രയും വർഷം ആയിട്ടും അത് പോയിട്ടില്ലല്ലോ. ഇതുകൊണ്ടാ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ പണ്ടത്തെ കാലത്ത് ഇവരൊക്കെ എന്തുമാത്രം കലാകാരന്മാരായിരുന്നല്ലേ. പാമ്പിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ, മനുഷ്യന്മാരുടെ പടവും ഇതുണ്ടോ. ഇത് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജാണ് എഴുതിയേക്കുന്നത്. അതേപോലെ ഈ ശവകുടീരത്തിനകത്തും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇതൊക്കെ ഇങ്ങനെ പൊക്കി മാറ്റി. ഇത് പാറയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി ഒരു മലയുടെ അടിയിലാണ്. മലയിൽ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശവകുടീരമാണ്. മലയുടെ അടിഭാഗത്ത് വെട്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് നാച്ചുറലായിട്ടുള്ള ഓയിലുകൾ, അതുപോലെ തന്നെ ഏതൊക്കെയോ ചെടികളും ഫ്ലവേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഈ സംഭവം. അതുപോലെ തന്നെ ലൈം സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കളർ മൊത്തം ചെയ്തേക്കുന്നത്. എന്താണ് എത്ര വർഷമായിട്ട് നിൽക്കുന്നതാണ്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഓരോ സംഭവങ്ങളും, ഓരോ കളറിങ്ങും ഓരോ കൊത്തുപണികളും. അതിനകത്ത് ഇത്രയും വർഷം പഴക്കമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം എന്ത് കലാകാരന്മാരാണ്, ക്രിയേറ്റീവ് ആളുകളാണ് പഴയ ഈജിപ്ഷ്യൻസ്. നമ്മൾ അടുത്ത ടോംബിലേക്ക് എത്തിയേക്കാണ്. ഇത് റാംസീസ് 9 ടോംബാണ് കേട്ടോ. KV6 എന്നാണ് പറയുന്നത്. ഇത് വീണ്ടും നമ്മളിവിടെ കൊടുക്കുന്നു. ഹലോ, ഹായ്. യെസ്, എല്ലായിടത്തും തൊള്ളിട്ട് തരും. എന്താ യു റെസ്റ്റ്. ഓക്കെ, ബൈ ബൈ. നമ്മുടെ കൂടെ ഗൈഡുണ്ട് അഹമ്മദ്. അപ്പോൾ ഗൈഡിന് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ പോയി കണ്ടിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലത്തെ തന്നെ ഇവിടെ കളർ ഇത്തിരി കുറവാണോ എന്ന് ഡൗട്ടുണ്ട്. അല്ല, ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തിലും. ഇപ്പം നല്ല കളറുണ്ട്. ശരി, ഇവിടെയും ഇതേപോലെ മൊത്തം കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതെ എൻ്റെ മോനെ. ഇതിനകത്തൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കാരണം അതൊക്കെ ടച്ച് ചെയ്താൽ ആ കളറൊക്കെ പോകും. ഇത്രയും സംരക്ഷിക്കണമല്ലേ. നൂറ്റാണ്ടുകളായിട്ടൊരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ടച്ച് ചെയ്ത് നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. ഉണ്ടോ, അതുകൊണ്ട് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടോമ്പിൻ്റെ ഉള്ളിലൊക്കെ CCTV ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ടോമ്പിന് താഴത്തോട്ട് പോകണമെന്നുണ്ട്. താഴത്തോട്ട് പോകാൻ പറ്റില്ല. ഇതുണ്ട്, ഇത് താഴത്തേക്ക് പോകണുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടം വരെ ഉള്ളൂ. ഇത് ക്ലോസ്ഡ് ആണ്. ഉണ്ടോ, പക്ഷേ എനിക്ക് തോന്നുന്നു ആ നിൽക്കുന്ന പുള്ളിക്ക് ഒരു 10 പൗണ്ട് കൊടുത്താൽ പുള്ളി പോയി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരും. അതൊരു നല്ലൊരു കിടിലം പരിപാടിയാണ്. അപ്പോൾ ടോംബ് ആ ഭാഗത്തായിരുന്നു കേട്ടോ, നേരെ താഴെ കാണുന്ന ഭാഗത്ത്. ഇവിടെ കഫേയൊക്കെ ഉണ്ട്. ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കാം. നല്ല ചൂടാണ്, എന്തായാലും കുടിക്കേണ്ടി വരും. എന്തെങ്കിലും വെള്ളം ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ കുപ്പികളൊക്കെ എന്തായാലും മേടിച്ച് കയ്യിൽ വെക്കണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് മേടിച്ചാൽ മതി, വലിയ സീനൊന്നുമില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി പൈസ കൂടെ ഉണ്ടാവും. ഇവിടെ എനിക്ക് തോന്നുന്നേ ഇന്ത്യക്കാർ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഇന്ത്യക്കാർക്ക് ഈജിപ്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പോകാനായിട്ട് ആലോചിക്കുന്നുണ്ട്. എല്ലാവരും തായ്ലൻഡ് ഭാഗത്തോട്ടൊക്കെ തോന്നുന്നു. പക്ഷേ ഉറപ്പായിട്ടും ഈജിപ്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്നു. കിട്ടില്ല പ്ലേസ്. ഞാൻ വേണമെങ്കിൽ ഐറ്റ്നറി ഉണ്ടാക്കി തരാം. അങ്ങനെ നമ്മൾ അടുത്തത് എത്തിയിരിക്കുന്നത് റാംസീസ് 3 ശവകുടീരത്തിലാണ്. റാംസീസ് കുറേ ഉണ്ട് കേട്ടോ. 1, 2, 3, 4. നമ്മൾ 9ാമത്തെയാണ് ഇപ്പോൾ തൊട്ടുമുമ്പ് കയറിയത്. ഇപ്പം നമുക്ക് എത്തിയിരിക്കുന്നത് 3ാമത്തെ ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. India. India. Good India. Yeah. Yes, India. India. Okay. Hello. Yes. Hello. അപ്പോൾ നമ്മൾ റാംസീസ് 3 ശവകുടീരത്തിലേക്ക് കയറിയേക്കാണ്. ഇതിൻ്റെ മുകളിൽ മറ്റേ കളറില്ലല്ലോ. ഇവിടെ കളർ ഇത്തിരി കുറവുണ്ട്. എന്താണാവോ? ഇവിടെ ശരിക്കും കളറില്ല കേട്ടോ, കണ്ണട വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ചിത്രങ്ങളിലും വ്യത്യാസമുണ്ട്. ഓരോ ടോംബിലും പല പല ചിത്രങ്ങളാണുള്ളത്. ഈ ടോംബിലും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് കൊത്തി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ആവിപ്പുണ്ടേ, ചൂടെടുക്കും നമുക്ക്. ഈ പാമ്പിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് നോക്കി,
വരച്ച് വെച്ചേക്കല്ല, അത് കൊത്തി വെച്ചിട്ട് പെയിൻറ് ചെയ്തൊക്കെയാണ് ചെയ്യണം. എൻ്റെ മൈ, ഇതൊക്കെ പണ്ടുണ്ടായ ജീവിയാണോ? ഇത് കണ്ട, ഇവിടെ ഒരു താഴ്ചയുള്ള ഭാഗമുണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത് ഇത് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെന്നാണ്. ഇപ്പുറത്തുണ്ട്. ഇവിടുത്തെ പടമൊക്കെ കണ്ട, ഇത് പിരമിഡ് പോലെ താഴത്തോട്ട് ഇങ്ങനെ പോകാണല്ലോ. നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി ഒരു മലയുടെ അടിയിലാണ് കേട്ടോ. മലകളിൽ കൊത്തി ഉണ്ടാക്കിയൊക്കെയാണ് ഈ ടോംബ് മൊത്തം. ഇവിടെയൊക്കെ ഒക്കെ കളർ ചെയ്തേക്കണമെങ്കിൽ ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ടോംബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറുതായിരുന്നു, പക്ഷേ ഇത് കുറേ ഉള്ളിലോട്ടൊക്കെ കുറേ ഏരിയ പോകുന്നുണ്ട്. ഇവിടെ വരെ ഉള്ളൂ. ഈ കാണുന്ന ഭാഗം വരെ നമുക്ക് വരാം. ടോംബ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിരുന്നതെന്ന് തോന്നുന്നു. അവിടെ ഇരുട്ടാണ്. ഓക്കെ, ഈ നിൽക്കുന്ന പുള്ളീനെ കണ്ടോ? ഈ പുള്ളി എന്നോട് പറഞ്ഞ് നൈസായിട്ട് ഇതില്ലെങ്കിൽ ചാടിപ്പോര്, കുഴപ്പമില്ല, അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല, ഇവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഫോൺ ചോദിച്ചു. ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണ് പുള്ളിയുടെ കയ്യിലോട്ട് കൊടുത്തു. പുള്ളി കുറച്ച് ഫോട്ടോസൊക്കെ അടികട്ടി എടുത്ത് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു 3-4 ഫോട്ടോ എടുത്ത് തന്നു. ടിപ്പിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഒരു 10 പൗണ്ട് കൊടുത്താൽ മതി, പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലറില്ലാത്തതുകൊണ്ട് ഞാൻ 20 പൗണ്ട് പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് പക്ഷേ അത് നോക്കിയിട്ട് എന്നൊക്കെ കാണിക്കണ്ടായിരുന്നു, അപ്പോൾ അത് പോരാന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യക്കാരിങ്ങനെ തോന്നിയാസം ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വിളിച്ചാലും പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റുള്ള ആളുകൾ ഇത് കാണുകയല്ലേ, ഒരു ക്ലോസ് ചെയ്ത സ്ഥലത്ത്, അതും ചരിത്ര സ്മാരകത്തിൻ്റെ അവിടെ വേറൊരാൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, അത് ഇവിടുത്തെ നോക്കാൻ നയിപ്പിച്ച ആൾ തന്നെയാണ്. എന്നാലും നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേരായിരിക്കും ചീത്തപ്പേര്. ഇന്ത്യക്കാരങ്ങനെ ചെയ്യുന്നു കണ്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഈ വക പരിപാടി ചെയ്യാറില്ല. ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ ചെയ്യില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു കൊക്കക്കോള മേടിച്ചു മോനെ, 60 പൗണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ 160 രൂപ വരും. അത്യാവശ്യം വില കൂടുതലാണ് ഇവിടെ. നോക്കട്ടെ, അല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ടാണ്. യെസ്, അങ്ങനെ നമ്മൾ വാലി ഓഫ് ടോംസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ല 60 ശവകുടീരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നും തീരൂല. അപ്പോൾ പ്രധാനപ്പെട്ട നല്ല കളർഫുള്ളായിട്ടുള്ള 3 എണ്ണമാണ് നമ്മൾ കണ്ടത്. ബാക്കി വേറെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കാണാൻ നിൽക്കുന്നില്ല, സമയം ഉണ്ടാവില്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി അടുത്ത് നമ്മൾ വേറൊരു ടോംബുണ്ട്, അത് കിട്ടില്ല സ്പോട്ടാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കാണാം, ഇത് കണ്ട കുറേ കേവ്സും ഉണ്ട്, അതേപോലെ ടോംബും കൂടിയാണ്, ശവകുടീരങ്ങളും കൂടിയാണ്. പക്ഷെ ഇവിടെ കൺസ്ട്രക്ഷൻ എന്തോ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ. അതുപോലെ തന്നെ 60 അല്ല കേട്ടോ, 65 ടോംബുണ്ട്, 65 ശവകുടീരങ്ങളാണ് വാലി ഓഫ് കിങ്സിലുള്ളത്. ഇതിനകത്ത് എല്ലാം ഓപ്പൺ അല്ല, നമുക്ക് എല്ലാം കയറി കാണാൻ പറ്റില്ല. ആകെ 10 എണ്ണം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതിൽ 3 എണ്ണമാണ് പ്രധാനപ്പെട്ട 3 എണ്ണം. നല്ല കളർഫുൾ ആയിട്ടുള്ള 3 ടോംബുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്.